നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആഘോഷ പരിപാടികളിലെ ആൺ പെൺ കൂടിച്ചേരലുകൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മതപുരോഹിതരാണ് ഇത്തരം വിമർശനം ഉയർത്തിയത്. ഈ വിമർശനങ്ങളിൽ മറുപടിയുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിക്കുകയും ചെയ്ത ഫാത്തിമ തഹ്ലിയും രംഗത്ത് വന്നു. നാസർ ഫൈസി കൂടതായി ഉൾപ്പെടെയുള്ള മത നേതാക്കൾ പറഞ്ഞത് വിശ്വാസികൾ പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ചാണ്. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടെന്നും അതിനെ ആ അർത്ഥത്തിൽ കാണുന്നുള്ളൂവെന്നും ഫാത്തിമ തഹ്ലിയ പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിന് അവകാശമുള്ള നാട്ടിൽ ആ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ലീഗിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം എന്നത് നമ്മുടെ വായനയാണെന്നും തഹ്ലിയ പറഞ്ഞു. അതേസമയം കാന്തപുരം വിഭാഗം സംസ്ഥാന നേതാവ് റഹ്മത്തുള്ള സഖാഫി ഇളമരത്തിന്റെ വിമർശനം ഇടതുപക്ഷത്തിന് ചൂടുപിടിച്ചുള്ളതാണെന്നും ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് എന്നത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-കാരാണെന്നും അവർ പറഞ്ഞു. ലീഗിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ സ്ത്രീ സാന്നിധ്യമുണ്ടെന്നും പാർലമെന്റിൽ ഉൾപ്പെടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ആ കാലത്ത് ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബീഗം ഐഷ റസൂലിനെ പോലുള്ളവർ ഇരുന്നിട്ടുണ്ടെന്നും ചരിത്രം അറിയാത്തവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും തഹ്ലിയ പറഞ്ഞു. മുസ്ലിം വനിതകളെ വ്യാപകമായി വോട്ട് പിടിക്കാൻ ഇറക്കിയതും പ്രകടനങ്ങളിൽ പ്രദർശിപ്പിച്ചതും ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയാണ്. ബാഫക്കി തങ്ങളുടെ കാലത്ത് ME സ്ത്രീകളെ റോട്ടിലിറക്കിയപ്പോൾ ലീഗ് അവരുമായിട്ടുള്ള ബന്ധം തന്നെ വിച്ഛേദിച്ചിരുന്നുവെന്നും വെൽഫെയർ സംസ്കാരം മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയും സ്വാധീനിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നുമായിരുന്നു റഹ്മത്തുള്ള സഖാഫിയുടെ വിമർശനം. അതേസമയം മലപ്പുറം തെന്നലയിൽ സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയ CPM നേതാവ് സെയ്ദ് മജീദിനെതിരെ തഹ്ലിയ രംഗത്ത് വന്നു. സെയ്ദ് മജീദിനെതിരെ പോലീസിൽ പരാതി നൽകുകയും അതിൽ കേസെടുക്കുകയും ചെയ്തു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ പ്രദേശത്തുള്ളവർ തീരുമാനിച്ചിട്ടുള്ളതെന്നും ഫാത്തിമ തഹ്ലിയ വ്യക്തമാക്കി.